ഇതൊരു കംപ്ലീറ്റ് ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഇവിടെ ഹാജരടിച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പായിട്ടുള്ളത് നമ്മുടെ വയറ് ഫുള്ളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് ശരവണ ഭവനിൽ നല്ല തൊപ്പിദോശയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൂട്ടും കഴിക്കാനും, അതുപോലെ കാണുമ്പോൾ നമുക്ക് കൊതിയൊക്കെ വരും. അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മൾ നേരെ ലുലുവിലോട്ട് വിട്ടു കേട്ടോ. ചില ഐറ്റംസൊക്കെ ലുലുവിൽ തന്നെയാണ് വാങ്ങാറ്, ചിലത് നമ്മൾ മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങും. അത് നമ്മുടെ വിലയുടെയും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ ഒക്കെ അനുസരിച്ചാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കുറച്ചായിട്ടാണ് ചിക്കൻ വേണ്ടതെങ്കിൽ നമ്മൾ ലുലുവിൽ നിന്ന് എടുക്കും. ഇത് പിന്നെ ചീസാണ്, പിന്നെ കിവിയുടെ ജാം, ഇതൊക്കെ ലുലുവിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ലൂസായിട്ട് എത്രയും വേണ്ടതെന്ന് പറഞ്ഞാൽ കിട്ടും. ഇത് ചെറി, പിന്നെ ഇത് സാലഡ്സ് ആണ് കേട്ടോ. ഗോവ സാലഡാണ്. പൈനാപ്പിൾ അല്ലെങ്കിൽ മാങ്ങയാണ് നമ്മൾ എപ്പോഴും വാങ്ങാറ്. പിന്നെ നട്ട്സ് ഇതുപോലെ 100 ഗ്രാമോ 200 ഗ്രാമൊക്കെ ആയിട്ട് എല്ലാ മാസവും എടുക്കാറുണ്ട്. പീനട്ട്, ഇത് റോസ്റ്റഡ് അല്ലാത്തതാണ്, സെമി റോസ്റ്റഡ് എന്നാണ് പറയുക. പിന്നെ സോസുകൾ ഇപ്പോൾ ഇതുപോലത്തെ ചെറിയ പാക്കറ്റാണ് എടുക്കുക. അപ്പോൾ അത് വേഗം കഴിയും, മറ്റേത് ഫ്രിഡ്ജിൽ കുറേ നാളിങ്ങനെ ഇരിക്കും. പിന്നെ പൾസസ് ആയിട്ട് നമ്മുടെ പയർ, മുതിര, കടല അങ്ങനത്തെയൊക്കെ എടുത്തു. പിന്നെ വെർമിസില്ലി, ഇത് ബാമ്പിനോൻ്റെ ആണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇത് ചക്ക വറുത്തത് എല്ലാ മാസവും ഒരു പാക്കറ്റ് എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. പിന്നെ ഉഴുന്ന് പരിപ്പ്, പട്ടാണി, കടല, വെള്ളക്കടല, പിന്നെ അവിൽ എടുത്തു കേട്ടോ. അവിൽ, മട്ട അവിൽ, ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. മേജറിൻ്റെ വേറെ പ്രൊഡക്റ്റ് ഒന്നും എനിക്കിഷ്ടമില്ല, പക്ഷേ ഇത് കൊള്ളാം. പിന്നെ ഗുരുവായൂരിൻ്റെ കുട്ടിപ്പപ്പടം, കാരണം പിള്ളേർക്ക് ഓരോ പപ്പടം എന്നുള്ള കണക്കിന് കുട്ടിപ്പപ്പടമാണ് നല്ലത്. പിന്നെ അമലാസിൻ്റെ ഈ ബണ്ണും അടിപൊളിയാണ്. മിൽക്ക് ബിക്കീസിൻ്റെ ഈ ബിസ്ക്കറ്റ്, പിസ്സ ബേസ്, ഇത് സ്നാക്കിന് 4 മണിക്കൊക്കെ വരുമ്പോൾ പിസ്സ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പിന്നെ കുറച്ച് പൊട്ടുകടല വാങ്ങി നമ്മുടെ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റൈസ് സേവായി, ഇത് നമ്മുടെ നൂലപ്പല്ലേ, നൂലപ്പം പെട്ടെന്ന് തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല തിളച്ച വെള്ളത്തിൽ ഇത് എടുത്താൽ മതി കേട്ടോ. പക്ഷേ നൂലപ്പത്തിൻ്റെ ഷേപ്പൊന്നും അല്ല, പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അരി നമ്മുടെ ജീര റൈസ്, സോന മസൂരി റൈസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുത്തു. പിന്നെ ഇത് ഊട്ടി വർക്കിയാണ് കേട്ടോ, നമ്മുടെ കാര ബിസ്ക്കറ്റൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടം, അധികം മധുരവും അതുപോലെ തന്നെ ലൈറ്റ് ഫ്ലേവറൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ കുറച്ച് ക്രീം ബണ്ണ്, കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെയാണ് കേട്ടോ. ഇത് ബീഫ് അച്ചാറാണ്. ഇത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. സംഭവം കൊള്ളാം, അധികം പുളിയൊന്നുമില്ല, അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതും ആദ്യമായിട്ടാണ്. ചട്നിപ്പൊടി, പിന്നെ ഇതൊരു വേറൊരു അച്ചാർ, മധുര മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ടൊരു അച്ചാറാണ്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി, കുറച്ച് ഓറഞ്ചും കുക്കുംബറും ഒക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടോ. പൊതുവേ പച്ചക്കറികൾ നമ്മളിപ്പോൾ ലുലുവിൽ വാങ്ങാറില്ല, അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കരിക്കൊക്കെ കുടിച്ച് അന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കുറച്ച് ഐറ്റംസ് ജിയോ മാർട്ടിലാണ്. അതിൽ നമ്മൾ എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ചില ഐറ്റംസിന് ജിയോ മാർട്ടിൽ വില കുറവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസാണ് കേട്ടോ കാണുന്നത്. അജ്മിയുടെ പുട്ടുപൊടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ജിയോ മാർട്ടിൽ നമ്മൾ ഏത് സാധനവും എല്ലാ സൈറ്റുകളായിട്ടും കടകളായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ജിയോ മാർട്ടിൽ ഈ ഗോൾഡ് വിന്നറിൻ്റെ സൺഫ്ലവർ ഓയിലിനും അജ്മിയുടെ പുട്ടുപൊടിക്കും ചായപ്പൊടിക്കും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല അടിപൊളി പാക്കേജും ആണ് കേട്ടോ. പനീറിനൊക്കെ നല്ല റേറ്റ് കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇമാതിരി സാധനങ്ങളൊക്കെ മേടിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറികൾ നമ്മൾ ലുലുവിൽ നിന്ന് എടുക്കാറില്ല, പിന്നെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. എന്നാലും കുറച്ച് കൂടുതൽ വാങ്ങേണ്ട സമയത്ത് നമ്മൾ രാമേന്ദ്രയിൽ നിന്നാണ് കേട്ടോ എടുക്കാറ്. അവിടെ നല്ല വില കുറവുണ്ട്, നല്ല ഫ്രഷ് ഐറ്റംസ് നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. അവിടുത്തെ ഐറ്റംസിൻ്റെ ക്വാളിറ്റിയും അവിടുത്തെ പ്രൈസ് റേഞ്ചും ഒക്കെ അടിപൊളിയാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനെ ഇത്തിരിയും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. എപ്പോൾ പോകുമ്പോഴും എന്തെങ്കിലും ഒരു കച്ചപിച്ച ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഇത് രാമചന്ദ്രൻ നിന്ന് എടുത്ത സാധനങ്ങളാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഈ ജ്യൂസ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പേരക്കായ, കക്കരിക്ക, പിന്നെ ഞാനൊരു പുളി എടുത്തു കേട്ടോ. ഡബിൾ ഹോഴ്സിൻ്റെ പുളിയാണ് എപ്പോഴും എടുക്കാറ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത കുറച്ച് പച്ചക്കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷ് ബാഗാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. 12 എണ്ണത്തിന് 115 രൂപയാണ്ടായിരുന്നു. നമ്മുടെ ഫ്രിഡ്ജിൽ സ്പേസ് പോവാതെ നമ്മുടെ വെജിറ്റബിൾ ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ കൊരിയാണ്ടറും അതുപോലെ തന്നെ ഈ വേപ്പിലും ഒക്കെ എപ്പോഴും ഒരു കുറ്റബോധം തോന്നുന്ന 2 ഐറ്റംസാണ് കേട്ടോ. എപ്പോൾ മേടിച്ചാലും കുറച്ചെങ്കിലും ഇത് കളയേണ്ട ഗതികേടാണ്. അത് എത്ര കുറച്ച് മേടിച്ചാലും അങ്ങനെയാണ്. അപ്പം ഞാനിതിൻ്റെ ആ ബോക്സിലൊക്കെ ഇട്ട് വെക്കും, എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ ഇത്തിരിയെങ്കിലും നമുക്കത് കളയേണ്ടി വരാറുണ്ട്. അപ്പം ഞാൻ ഈ മെഷ് ബാഗിൽ ഇട്ടിട്ടാണ് ഇമാതിരി സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റാം. ഞാൻ വെജിറ്റബിൾസ് കൊടുന്ന ഉടനെ അങ്ങനെ കഴുകി നീറ്റാക്കിയിട്ടൊന്നും അല്ല കേട്ടോ കയറ്റാറ്. ഇതുപോലെ അങ്ങനെ ആ ബാഗിൽ ഇട്ടിട്ട് നമ്മുടെ വെജിറ്റബിളിൻ്റെ ബോക്സിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ മന്ത്ലി ഗ്രോസറിയിൽ പെട്ട സംഭവങ്ങളാണ് ഈ ബേക്കറി പലഹാരങ്ങൾ. നമ്മൾ കുന്നംകുളത്തുള്ളവർക്ക് കോമളയിൽ പോയി സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുന്ന പോലെ ഇവിടെ തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോൾ നമ്മൾ
സ്ഥിരമായി പോകാറുള്ള ഒരു ബേക്കറിയാണ് കഴക്കൂട്ടത്തുള്ള അനന്തപുരി. വില കൊണ്ടായാലും അതുപോലെ തന്നെ ക്വാളിറ്റി കൊണ്ടായാലും ഒക്കെ ഒരു മിനിമം ഗ്യാരണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് തണുത്ത് പോവുകയോ അങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് അവരുടെ എല്ലാ പ്രൊഡക്റ്റും ഉള്ളത്. ചില ഐറ്റംസൊക്കെ നമുക്ക് ലൂസായിട്ട് മേടിക്കാൻ കിട്ടും. ഉണ്ണിയപ്പം, ജിലേബി, കായ വറുത്തത്, ചക്ക വറുത്തത് അങ്ങനത്തെയൊക്കെ അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട്. ഇത് അവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. കുറച്ച് ഐറ്റംസൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ മാസത്തെ കുറച്ച് ഷോപ്പിംഗ്. ഇതൊക്കെ മേടിച്ചാലും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീടും വീട്ടുകാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കൂടിക്കോട്ടോ.